ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു വചനമായാലോ? ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവ്വ ഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. സങ്കീർത്തന പുസ്തകം വായിഞ്ഞാണ് 34-ാം അധ്യായം 4-ാം തിരുവചനം. എന്താ സംഭവം നമുക്ക് നോക്കിയാലോ? ശൂന്യമായ കല്ലറയിലെത്തിയ സ്ത്രീകളോട് ദൂതൻ പറയുന്നതും ഉദ്ധിതൻ പറയുന്നതും ഒരേ കാര്യമാണ്: ഭയപ്പെടേണ്ട. ഭയം വേണ്ട വിധം പ്രവർത്തിക്കുന്നതിൽ നിന്നും ദൈവഹിതം നിറവേറ്റുന്നതിൽ നിന്നും വിജയം നേടുന്നതിൽ നിന്നും നമ്മെ തടസ്സപ്പെടുത്തുന്നു. പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നതിൻ്റെ കാരണം ഭയമാണ്. മറ്റ് ശിഷ്യന്മാർ ഓടിയൊളിക്കുന്നതിൻ്റെ കാരണം ഭയമാണ്. പീലാത്തോസിൻ്റെ ഭാര്യ യേശുവിനെ രക്ഷിക്കുവാൻ പരിശ്രമിക്കുന്നതിൻ്റെ കാരണം ഭയമാണ്. പീലാത്തോസ് അതിൽ നിന്നും ഒഴിഞ്ഞുമാറി കൈ കഴുകുന്നതും ഭയം നിമിത്തമാണ്. എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യം ഭയം അകറ്റുന്ന സാന്നിധ്യമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഭയങ്ങളിൽ നിന്നും മോചനം നേടാനാകും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഭയങ്ങളിൽ നിന്നും മോചനം നേടാം. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.